കേട്ടാ തോന്നുന്നു ഇലക്ഷന് മുന്നേ കേരളത്തിൽ സ്ത്രീകളെല്ലാം കൂടെ കൂടി UDF ഓഫീസിന്റെ മുന്നിൽ വന്ന് കുത്തിയെടുത്ത് സമരം നടത്തി. അയ്യോ സാറേ ഞങ്ങൾക്ക് KSRTC ഫ്രീ ആക്കി തരണം, ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞോ? ചോദിച്ചോ ഞങ്ങൾ ഫ്രീ ആക്കി തരണം? ഇല്ലല്ലോ. നിങ്ങളായിട്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നൊരു വാഗ്ദാനം. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ടൂർ പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ലേ ലാഭം ഉണ്ടായിട്ടുള്ളൂ? വോട്ടും കിട്ടിയത് ഇപ്പൊ അധികാരം കിട്ടി, എന്നിട്ട് ഇപ്പൊ വോട്ട് ചെയ്തവർക്ക് വിലയില്ല അല്ലെ? ഔദാര്യമാണോ നിങ്ങൾക്ക്? നിങ്ങൾ ഔദാര്യം തരാണോ നിങ്ങൾക്ക്? പിന്നെ കുട്ടികൾ പഠിക്കുന്ന കാര്യം, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കേരളം ലിറ്ററസിയിൽ അത്രയും ടോപ്പിൽ നിൽക്കുന്നത്. 100% ലിറ്ററസി സാർ. പിന്നെ ഹോസ്പിറ്റലിന്റെ കാര്യം, ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. അതായത് എല്ലാരും കൂടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെല്ലാം കൂടെ പ്രൈവറ്റിൽ പോകണം. അതാണ് സാറ് പറഞ്ഞു വരുന്നത്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്ക് ഇങ്ങനെ ആളുകൾ കൂടി അവരങ്ങോട്ട് വികസിക്കട്ടെ അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാര്യം വരണം. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. അതെന്ത് ന്യായമാണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ കൂടുതൽ സൗകര്യം ഒരുക്കല്ലേ വേണ്ടത്? അത് ഒരുക്കാത്തതിന് ജനങ്ങളെയാണ് കുറ്റം പറയുന്നത്. ഞങ്ങള് വോട്ട് ചെയ്യുന്ന, ടാക്സ് അടയ്ക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഏത് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണം, എന്ത് ജോലി ചെയ്യണം, എന്ത് കഴിക്കണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശവും അധികാരം ഞങ്ങൾക്കുണ്ട്. എന്തൊക്കെയായിരുന്നു ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ്? ആ കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയാണോ ജനങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടത്? സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്യണോ? നിങ്ങൾക്ക് ആരും ഇതിനൊക്കെയുള്ള അധികാരം തരുന്നു? നിങ്ങൾക്ക് KSRTCയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ സൂചന നൽകി UDF സർക്കാർ. ഈ KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പെട്ടെന്ന് പ്രൈവറ്റൈസ് ചെയ്യാന്ന് പറയുമ്പോ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കാശാക്കുന്നു. ഇതും വിൽക്കാമെന്നേ. പിന്നെ പ്രൈവറ്റൈസ് ചെയ്താല് നമുക്ക് എല്ലാവർക്കും മെച്ചമാണ് സാർ. പിന്നെ ഇവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് എത്രയാന്ന് പറഞ്ഞാൽ മതി, ഇവർ അറേഞ്ച് ചെയ്യും. KSRTC പരമാവധി നഷ്ടത്തിൽ പോകണം, എങ്കിലേ കോടതിയും ജനങ്ങളും വിശ്വസിക്കൂ. അതൊക്കെ നമുക്ക് ശരിയാക്കാൻ വെക്കില്ലേ? കോടതി എന്താ പറയുന്നത് നോക്കട്ടെ, നമുക്ക് ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യാം. എന്നാ പിന്നെ ശരി സാർ. ശരി സാർ. രാകേഷേ, ഈ നക്കാപ്പിച്ച ഫണ്ടിന് വേണ്ടി നമുക്ക് ഈ റിസ്ക് എടുക്കണോ? സാർ, പ്രൈവറ്റൈസ് ചെയ്യുന്നത് വണ്ടി മാത്രമല്ലല്ലോ. പിന്നെ കേരളത്തിലെ കണ്ണായ സ്ഥലങ്ങളിൽ KSRTCക്ക് സ്ഥലമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലും. അത് ഈ പ്രൈവറ്റൈസ് ചെയ്യുമ്പോ ആ സ്ഥലം കൂടി പ്രൈവറ്റൈസ് ചെയ്യണമല്ലോ. അപ്പോ റിയൽ എസ്റ്റേറ്റ് വഴി വരാൻ പോകുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോടികള്. അങ്ങനെയാണെങ്കിൽ എന്നെ ആലോചിക്കാനല്ല സേമേ. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങി KSRTC. പ്രിയദർശിനി സർവീസ് ഉൾപ്പെടെ 150 ഓർഡിനറി ബസ്സുകൾ ഓടിയില്ല. സ്പെയർ പാർട്സുകളുടെ ക്ഷാമം കാരണം പല ബസ്സുകളും അറ്റകുറ്റപ്പണിക്കായി ഇട്ടിരിക്കുകയാണ്. മാറ്റിയിടാൻ ടയർ പോലും ഇല്ലാതെയും ബസ്സുകൾ വർക്ക്ഷോപ്പിൽ കിടക്കുന്നു. KSRTC ഡിപ്പോ ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600.
മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.